ചോറിനും കഞ്ഞിക്കും ഒപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കാം. അതിനായിട്ട് 2 ഏത്തയ്ക്കായും ഒരു ചെറിയ പീസ് ചേനയും ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ കായുടെ കറയൊക്കെ പൊക്കോളും. അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ കാടിവെള്ളത്തിലോ ഇട്ടാലും നമ്മുടെ കായുടെ കറയൊക്കെ പൊക്കോളും. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ കീറിയ 2 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക. നമുക്ക് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു സവോള ഇട്ട് അല്പം ഉപ്പൂടെ ചേർത്ത് വഴറ്റുക. പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമുക്ക് കുക്കറൊന്ന് തുറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചേനയും കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്ത സവോളയിലേക്ക് കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള കറി റെഡി.